Hello guys, welcome back to my channel. Solo Gaming. നമ്മൾ ഇന്ന് ഒരു സെക്കൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ഓടിക്കാം. അപ്പം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ ഈ വണ്ടി നമ്മൾ മോഷ്ടിച്ചേക്കണം. ഇവിടെ കത്തി ഓട് 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 കോണ്ട തെന്നി അടിച്ച് വീണ് ആ ചത്ത് പൈസ പോയി. ഇതെങ്ങനെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത ഗെയിം? ഇനി നമുക്ക് ഈ സിറ്റി കഴിഞ്ഞ ദിവസം ഞാൻ ഫുൾ കറങ്ങി കാണിച്ചു തരാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. നമ്മളിന്ന് കറങ്ങാൻ പോകണം ഗ്യാങ്സ്റ്റർ വെഗൈസ്. ഈ ഗെയിമിലെ ബൈക്കിനെല്ലാം പ്രത്യേകത ഉണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ചാടി കളിക്കാൻ പറ്റും. അത് ഈ ബൈക്കിനല്ലല്ലോ. ഇവിടെ ആ പുള്ളിക്കാരുടെ കയ്യിൽ ഇത്ര നല്ല പൈസ ഉണ്ട്. ഞാൻ ചുമ്മാ ഇടിച്ച് കയറി. പിന്നെ ഇപ്പൊ 1 ലക്ഷം കണ്ടായി കാണും പൈസ. അല്ല 100 ലക്ഷം. 100 ലക്ഷം അയ്യോ, 100 ലക്ഷം അല്ലല്ലോ. എത്ര കണ്ടില്ല. പോ 1 ലക്ഷം കണ്ടായിട്ടുണ്ട് പൈസ കേട്ടോ നമ്മുടെ കയ്യില്. ഇത് റെയർ വണ്ടിയോ? ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നത് ഈ സംഭവം ലോക്കലായിട്ട് തന്നെയാണ്. ഞാൻ വണ്ടി അടിച്ചു പൊട്ടിക്കാൻ പോകും ഗൈസ്. അത് നിങ്ങൾ കണ്ട വണ്ടി പൊട്ടി കഴിയുമ്പോൾ കാണിച്ചു ഗൈസ്. ഞാൻ വണ്ടി അടിച്ചു പൊട്ടിച്ച്. ഇനി ഇത് പൊട്ടി തെറിയും. കണ്ടോണേ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. പൊട്ടിത്തെറിക്കും. ഇനിയിപ്പോ നമുക്ക് സമാധാനമായിട്ട് പോകാം. എന്നിട്ട് ഇനി അത്ര വിലയുള്ള വണ്ടികളില്ല അത്. അപ്പം പിന്നെ അത് ലോക്കൽ വണ്ടി ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പൊ പിന്നെ എടുക്കാത്തത് കൊണ്ട് അത്രയും പൈസ ഉള്ളതായതുകൊണ്ട് എടുക്കാണ്ട് പോകാൻ എൻ്റെ മനസ്സിൽ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ തല്ലി പൊട്ടിച്ചു. എനിക്ക് എന്നാ അറിയത്തില്ല, അങ്ങനെ പ്രത്യേകതയല്ലേ. വെറൈറ്റി പ്രത്യേകതയല്ലോ. അതാണ് എൻ്റെ പ്രത്യേകത. ഓർമ്മയുണ്ടല്ലോ. ഇടയ്ക്ക് ഒച്ച വെച്ചൊന്ന് കേൾക്കാണ്ട് പോയെന്ന് തോന്നുന്നു ഗൈസ്. എൻ്റെ പുതിയ വണ്ടി വന്നിട്ടുണ്ട്, നോക്കട്ടെ. എൻ്റെ പൊന്നി ഗൈസിന്റെ ഫേവറേറ്റ് വണ്ടി. എൻ്റെ ഫേവറേറ്റ് തന്നെ ഇത്. ഞാൻ എടുത്തോണ്ടേ ഉള്ളൂ. പോലീസൊക്കെ വന്നാലും കുഴപ്പമില്ല, ഞാൻ ഇതെടുക്കും. എന്നുവെച്ചാൽ എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് കഴിച്ചത്. എന്നുവെച്ചാൽ ഇതിന് ബൂസ്റ്റ് സാധനം എല്ലാം ഉണ്ട്. ഇതിലും വണ്ടിയത് ഗെയിമിൽ വെച്ച് ഉള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്കത്. ഈ വണ്ടി കേട്ടോ. ആ പോലീസ് ഈ പോകും അങ്ങോട്ട്, എന്നെ പിടിക്കാൻ പറ്റൂല. ഇതേ അപ്പുറത്ത് മിലിറ്ററി ബേസ്. നമ്മൾ ഇതേ കൂട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ റോട്ടിലൊന്നും പിന്നെ ഒറ്റ മനുഷ്യനും കാണൂല. പിന്നെ എല്ലാരും വേറെ എവിടെ സ്ഥലത്തൊക്കെ ആയിരിക്കും. ദൈവമേ, ആ വണ്ടി ഇന്ന് പോവാം അങ്ങോട്ട്. പോയി ഇതേ പോണു. നമ്മള് പോണു. പറക്കാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഒരു ഇതാണ്ട, ഇതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. സ്പീഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല സ്പീഡായി. അതാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ ചുമ്മാ ഈസി ആയിട്ട് അത് കാണാണ്ട് പോലും ആ സ്ഥലത്തൂടെ ഓടിച്ചോണ്ട് പോണു. എൻ്റെ പൊന്നെ, ഇവരെങ്ങനെയാണ് ഞാൻ എങ്ങോട്ട് പോകണം അവിടെ മൊത്തം ഈ പോലീസ് ഉണ്ടാവും. ദൈവമേ, വണ്ടി കത്തും പോലീസ്. ദൈവമേ, ആ പൊട്ടിത്തെറിച്ച വണ്ടി. എൻ്റെ കയ്യിൽ നല്ല പൈസയും പോയി. ഈ പൈസ വെച്ചോണ്ടിരുന്നാലേ എനിക്ക് ഇച്ചിരി കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്നലെ മേടിച്ചിട്ട് വരാം. ഞാൻ ഒരു സാധനം വാങ്ങിയില്ല, ചുമ്മാ ഒന്ന് പോകുന്നത് ഈശി. എന്നുവെച്ചാൽ വാങ്ങാനുള്ള സാധനം ഇല്ല. പിന്നെ ഞാൻ എൻ്റെ ഈ തോക്കിൻ്റെ ബുള്ളറ്റ് ഫുള്ളാക്കി. എത്ര ഉള്ളൂ, ഒരു സാധനം വാങ്ങിയില്ല.
അതിന് ഇവിടെ വേറെ സെറ്റ് ചെയ്തുകൊണ്ടുണ്ട്. അത് എടുത്തിട്ട് വരാം. ആറാ നമ്മള് മറ്റേ നമ്മുടെ വീട്ടിൽ തെന്നി മാറുന്നു വീശ്. നമ്മള് കറങ്ങാൻ പോകാനാണ് പ്ലാൻ. പക്ഷെ ഞാനിങ്ങനെ ഓരോ വള്ളി പിടിച്ചു വരും. ഓരോ വള്ളിയും പിടിച്ചോണ്ട് വരുന്നുണ്ട് ഞാൻ. നീ എന്നെ കാണിക്കാൻ പിടിക്കാൻ തന്നെ. അതിൻ്റെ അവിടെ ആ പുള്ളിക്കാരി എന്നെ പിടിക്കാൻ തന്നെ എന്നെ കാണിക്കാൻ. അവിടെ ഈ വണ്ടി സ്പീഡ് ഉണ്ടോ? ഫോർമുല കാറില്ല അതാ സംഭവം. ഞാൻ F1 കാർന്ന് പറയും ഞങ്ങള്. ഇതിന് പിന്നെ നല്ല സ്പീഡുള്ള വണ്ടിയാണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. എടാ നമ്മള് കറങ്ങാൻ വരാന്ന് പറഞ്ഞ സ്ഥലല്ലേ ഇത്. എനിക്ക് വയ്യ ഇനി കൂടി കാരണം അടുത്ത് ഇവിടെ വന്നേക്ക പോലീസുകാരി. ഇവര് വന്നിട്ട് പിന്നെ അവിടെ എങ്ങനെ ഈ സ്ഥലം ഫുള്ള് അവര് അറിയിക്കുക ഇവിടെ ഉണ്ടെന്ന്. പിന്നെ ബാക്കിയുള്ളവരും കൂടെ വന്ന് ഭയങ്കര പണി. എനിക്ക് ഇഷ്ടമില്ല. ഈ വണ്ടിയെ ഇങ്ങനെ ഇരിക്കുന്ന വണ്ടിയാണ്. ഇവിടെയും കൂടെ റിപ്പോർട്ട് ചെയ്ത് ആ പണിയല്ലേ പോലീസുകാർ വന്നു. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാം. പൈസ നടക്കുള്ളൂ. സേഫ് ആയിട്ടിരിക്കാം. താഴത്തുനിന്ന് കേറി. അവരും കണ്ടു നമ്മളെ. ഇങ്ങോട്ട് പിടിക്കാൻ വരത്തില്ല. ഒരു വെടി വെക്കൂല. ഭാഗത്തൂടെ പോകണ്ട കുറച്ച് ശരി. ബാക്കിയുള്ള മോളിൽ കൂടെ തന്നെയുള്ളു. നമുക്ക് ഇപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ വലിയ സ്ഥലം ഉണ്ടോ നോക്കാം. ഒളിച്ചിരിക്കാൻ. ഇവര് കാണുന്നില്ല. അപ്പൊ കുറെ വരുമല്ലോ. പക്ഷേ 5 സ്റ്റാർ അല്ലാത്ത ഭാഗ്യമാണ് പറയാനുള്ളത് എനിക്ക്. പോകുന്നിടത്തോളം എന്നെ പിടിക്കാൻ മാത്രം തന്നെയല്ല. ബാക്കിയുള്ളവരെല്ലാം ചെയ്ത അവരെ തിരിഞ്ഞു പോകാൻ നോക്കുക. എന്നിട്ട് എന്നെ മാത്രം പിടിക്കാൻ. കൃത്യ ടൈമിൽ എടുത്തു ചാടി എന്റെ വണ്ടി അവിടെ ആ വൈലി തൊട്ട് കയറിച്ചു. ഭാഗ്യം ഞാൻ പറഞ്ഞ ഭാഗ്യം ഉണ്ട് എനിക്കത്. നല്ല ഭാഗ്യം ഉണ്ട് എനിക്കൊക്കെ. ഒരു ചാടി ഇങ്ങോട്ട് കയറാം. ചാടാൻ ഇങ്ങോട്ട് ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുന്നു. എടുത്ത് ചാടുക പറഞ്ഞു. എന്റെ വായിരിക്കുന്നു കമ്മന്റ് വന്നേക്കോ. എടുത്ത് ചാടുക അവിടെന്ന്. എന്റെ പോനി കാണ്ടി ഇടിക്കാൻ തന്നെ അവിടെ വന്നിട്ട്. പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ. നിങ്ങളോട്ട് കയറുക. ഇവരുടെ ഈ വണ്ടി ഉണ്ടോ ഇതെടുത്തോണ്ട് എസ്കേപ്പ് ആണ്. അത്രയും നടക്കുള്ളൂ. മാറിക്കങ്ങ് പോലീസേ. ദേ പുറകെ വന്നി. നേരെ പോയിട്ട് ഇരിക്കാൻ പെട്ടെന്ന്. അയ്യോ
എന്റെ മോനെ അവിടെ ഞാൻ നേരെ ഒളിച്ചിരിക്കുന്നു. ഇടിക്കില്ലേ, ഞാൻ വണ്ടി എടുത്ത് പോയിക്കോളാം. നമ്മളിവിടെ തീപ്പൊരി കളി കളിച്ചോണ്ടിരിക്കുക. പൈസ എടുത്തു. പൈസ എടുത്ത് പൈസ എടുത്തു. നമുക്ക് രക്ഷപ്പെടാൻ വലിയ സ്ഥലമുണ്ടോ നമുക്ക്? ഞാൻ ഇതിൻ്റെ അകത്ത് ചിന്തിക്കുന്നത് മൊത്തം ഞാൻ മറ്റേ GTA 5 എന്ന് പറഞ്ഞ ഗെയിം കളിക്കുന്നവരെ എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുന്ന സ്ഥലമുണ്ടോ, ഇവിടെ എവിടെയാണ് പറ്റുമോ എന്നൊക്കെ പറഞ്ഞു ഞാൻ കളിക്കുന്നത്. എന്നുവെച്ചാ അത് പിന്നെ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എല്ലാ ഗെയിമിലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഞാനല്ല എല്ലാവരും. അങ്ങനെ നമുക്ക് പോകാം. ഈ സ്ഥലം മറ്റേ മെക്കാനിക് ഷോപ്പുള്ള സ്ഥലമല്ലേ? അതെ അതെ. സ്ഥലം സമയമില്ല എന്നാലാ. ഒട്ടും ചാട്ടം. നമുക്ക് നേരെ പോവാം. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആക്കാൻ വേണ്ടി വരും ഞാൻ. എന്നാ വെച്ചാൽ എമ്മാതിരി പണി വിളിച്ചോണ്ടിരിക്കുക ഞാനിവിടെ. നമുക്ക് നേരെ പോവാം. ഇവിടെ സേഫ് ആണല്ലോ സ്ഥലം. ഇവിടെ സേഫാ. പാലത്തിന്റെ അടി. ദേ പുറകെ നമ്മള് കണ്ടാ പണി കിട്ടും. രണ്ട് ഇവരെവിടെ നോക്കിയാലും എന്നെ കാണുവാണല്ലോ. ഇവിടെ വന്ന് ഇടിച്ചു താറേ. എന്നെ വണ്ടി ഇടിച്ചു താറേ. ഓടി എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും. അയ്യാ, നമുക്ക് ഡെസേർട്ടിൽ പോവാ. എന്നിട്ട് നമുക്ക് മറ്റേ നേരെ അങ്ങ് പോയേക്കാം. ഇവിടെ കൂടെ നേരെ പോവാം. ആകുമ്പോ നല്ല സേഫ് ഇവിടെയൊക്കെ. ഇപ്പൊ പുതിയ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മളെ നിൽക്കാൻ പോണത്. ഓടാതേ നടന്നു പിന്നെ കൊറേ പേര്. എന്റെ പോയി ഇരിക്കുന്നത് മര്യാദ സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഇതിന്റെ അടയാണ് കേട്ടോ. പിന്നെ ഓടി വന്നു കടന്നെ വെടി വെക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ കിടന്ന് തീപ്പോയി കളി കളിച്ചോണ്ടിരിക്കുന്നു. അവരാണ് ഈസി ആയിട്ട് നമ്മള് പിടിക്കാൻ വരുന്നത്. കല്ല് നേരെ ഇതേ കൂടെ സൈഡ് വച്ച ചേർന്നാണ് പോയത്. അതാകുമ്പോ മറ്റേ ഇവരെ പിടിക്കാൻ പറ്റില്ല. ഈ പറ്റയാകുമ്പോ ഇങ്ങനെ പോവാം. അവിടം വരെ അങ്ങനെ പോവാൻ പറ്റയാകും. യെസ് ഗൈസ്, പോലീസൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടാൻ സമയമായിട്ടുണ്ട്. അതങ്ങനെ തിരിഞ്ഞേ. വേണ്ട. ഈ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു നന്നായിട്ടോ ഗൈസ്. നമുക്ക് ഈ വണ്ടി കിട്ടില്ല. നല്ല വണ്ടിയാണ്, നല്ല പവറൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല പാട്ട് കേട്ട് ഇങ്ങനെ പോണം. നല്ല രസല്ലേ. അയ്യോ ഇടിച്ച്. ഈ സ്ഥലത്ത് പിന്നെ കുറെ വണ്ടിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഏലിയൻസോ. നമുക്ക് ഇനി ധൈര്യമായിട്ട് പോവാം. നമുക്ക് ഇതിൻ്റെ അകത്ത് രാവിലെ മര്യാദ കളിക്കണം. എന്നുവെച്ചാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് രാത്രി ഇഷ്ടമില്ല. ഒരു ഗെയിം ബസ്സിലെ എനിക്ക് ഇന്ന് രാത്രി ഇഷ്ടം. എന്നുവെച്ചാൽ ആ ബസ്സിന്റെ ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടം. ഈ വണ്ടി പൊട്ടിയ എന്റെ ജീവൻ ഞാൻ കളഞ്ഞില്ല. ഈ വണ്ടി പൊട്ടിയത് എന്റെ ജീവൻ ഞാൻ കളയാൻ പോയത്. മറ്റേ ഈ ഗെയിമിൽ കിട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിച്ചാൽ പൊടിയില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സെക്കൻഡ് പാർട്ടായിട്ട്. ഓക്കെ, ബൈ.